അവർക്കാണെങ്കിൽ വലിയ ദൈവസമ്പത്തുമുണ്ട്. ആണായും പെണ്ണായും ഭിന്നലിംഗ് എന്ന് പറയാൻ പാടില്ലല്ലോ, ട്രാൻസ്ജെൻഡറായും, അതുപോലെ തന്നെ പാമ്പായും എലിയായും മയിലായും മലയായും മരമായും മഴയായും മിന്നലായും കാറ്റായും കടലായും ഒക്കെ എമ്പടി ദൈവങ്ങൾ. ഈ ഭൂമിയുടെ യഥാർത്ഥ അവകാശികൾ തീവ്ര സമാധാനവാദികളായിട്ടുള്ള ഹമാസിയന്മാരും താലിബാനികളും സുഡാപ്പികളും ബോക്കോ ഹറാമികളും ഒക്കെയാണ്. കൊടും വർഗീയവാദികളായിട്ടുള്ള ഹൈന്ദവരും ജൂതരും ക്രൈസ്തവരുമൊക്കെ അവരുടെ ഫാസിസ്റ്റുകളായിട്ടുള്ള ദൈവങ്ങൾക്കൊപ്പം ഭൂമിയിൽ കാഫിറുകളായി പൊറുതി ആരംഭിച്ചു. ഈ ഭൂമിയെ സമാധാനത്തിന്റെ കാൽ ചുവട്ടിലാക്കാൻ യത്നിക്കുന്നവർക്ക് ആവശ്യമായ സ്ഫോടക വസ്തുക്കൾ നിർമ്മിച്ചു നൽകാൻ സാധിച്ചാൽ ഓരോ പാർട്ടി ഗ്രാമവും അമേരിക്കയുടെ ഓരോ കഷണങ്ങൾ പോലെ വടക്കൻ കേരളത്തിൽ അങ്ങനെ അങ്ങ് തിളങ്ങി വിളങ്ങി കിടക്കും. പോങ്ങന്റെ കമ്മി അനുകൂലതയ്ക്കുള്ള രണ്ടാമത്തെ കാരണം പാർട്ടി ഗ്രാമത്തിലെ സ്ത്രീകളുടെ ജീവിത സുരക്ഷയെ പറ്റിയുള്ള ആശങ്കയാണ്. ബോംബിന്റെ ആവശ്യമില്ല, ഒരാളുടെ ജീവൻ കളയാൻ വേണ്ടി ഒരു സംഭവം ഉണ്ടാക്കാൻ പാടില്ല. 5 കൊല്ലം മുന്നേ ബോംബ് തകർത്ത കൈകളോടുകൂടി വേദന പുതച്ചു കിടന്നുകൊണ്ട് ഓമന ഇങ്ങനെ പറഞ്ഞത് നമ്മൾ കേട്ടതാണ്. പറമ്പിൽ കിടന്ന തേങ്ങ പൊട്ടി വയോധികൻ മരിച്ചപ്പോൾ ആ വൃദ്ധ രക്തസാക്ഷിയുടെ അയൽവാസിയായിട്ടുള്ള സീന എന്ന യുവതി സധൈര്യം ബോംബ് നിർമ്മാണ തൊഴിലാളികൾക്കെതിരെ ശബ്ദമുയർത്തി. അതും നമ്മൾ കേട്ടു. ഓമനയും സീനയും ഒക്കെ പാർട്ടിക്ക് അതീതമായിട്ടുള്ള മാനവിക ബുദ്ധിയോടെ ചിന്തിക്കുകയും പറയുകയും ചെയ്തു. സ്ത്രീകൾക്കതാവാം, എന്നാൽ പാർട്ടി പുരുഷന്മാർക്ക് ഈ ഓമനയെയും സീനയെയും ഒക്കെ പോലെ വെറും പൈങ്കിളി ചിന്ത വെച്ചു പുലർത്താൻ കഴിയില്ല. അവർ ഗ്രാമസ്നേഹികളായിട്ടുള്ള ഘോര വിപ്ലവകാരികളാണ്. വർഗശത്രുക്കൾ, സാദാ ഫാസിസ്റ്റുകൾ, നാടൻ ബൂർഷകൾ, ഭാരതത്തിൽ നിന്നും നുഴഞ്ഞു കയറുന്ന മതവർഗീയവാദികളായിട്ടുള്ള ഘോര സംഖ്യകൾ എന്നിവരെയൊക്കെ പ്രതിരോധിക്കുക എന്നതാണ് അവരുടെ ജന്മലക്ഷ്യം. അതുകൊണ്ട് തന്നെ മുഴുവൻ സമയ ബോംബ് നിർമ്മാണ തൊഴിലാളികളാവാൻ അവർ നിർബന്ധിതരാവുകയും ചെയ്യുന്നു. നിർമ്മാണത്തിലിരിക്കുന്ന ബോംബ് യാതൊരു പ്രകോപനവും കൂടാതെ സ്വന്തം പ്രഹരശേഷി സ്വയം പരീക്ഷിക്കുന്ന ഒരു ഏർപ്പാടുണ്ട് ഇടയ്ക്കിടയ്ക്ക്. അങ്ങനെ വരുമ്പോൾ ബോംബ് നിർമ്മാണ തൊഴിലാളികളുടെ കൈകൾ അടർന്നു പോവാനും ഇടയുണ്ട്, അല്ലെങ്കിൽ അടർന്നു പോകുന്ന സംഭവങ്ങൾ നമ്മൾ ധാരാളമായി കേട്ടിട്ടുണ്ട്. ഈ കൈകൾ മാത്രമായി അറ്റുപോകുന്നത് കൊണ്ട് വിപ്ലവകാരികളുടെ ഭാര്യമാരുടെ പ്രസവത്തിന് ഒട്ടും തന്നെ മുട്ടുവരില്ലല്ലോ. ഈ പ്രസവത്തിന്റെ പാർശ്വഫലമാണ് അമ്മയാവുക എന്നത്. കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ ഏതൊരു അമ്മയ്ക്കും ആദിയുണ്ടാവും. അവരുടെ വിശപ്പിനും വിദ്യാഭ്യാസത്തിനും വേണ്ടുന്നത് കണ്ടെത്താനുള്ള ബാധ്യത അവർക്ക് ജന്മസഹജമാണ്. നമ്മുടെ ഈ ഓമനയെ പോലുള്ള സ്ത്രീകൾക്ക് ഉപജീവനം കഴിക്കാൻ തൂമ്പയും എടുത്ത് ബോംബ് പാകിയ മണ്ണിൽ ഇറങ്ങേണ്ടി വരുന്നത് അവരുടെ സാമ്പത്തിക സാഹചര്യം ഒട്ടും തന്നെ അനുകൂലമല്ലാത്തതിനാലാണ്. മക്കളെ സ്നേഹിക്കുന്ന അമ്മമാർക്ക് മനുഷ്യരെ സ്നേഹിക്കാൻ പ്രത്യേക പരിശീലനത്തിന്റെ ആവശ്യമേയില്ല. ഓമനയും സീനയും ഒക്കെ മനുഷ്യരെയും മക്കളെയും ഒക്കെ ഒന്നുപോലെ സ്നേഹിക്കുന്ന അമ്മമാരാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് വളരെ സുരക്ഷിതമായി ജീവിതം കഴിക്കാൻ വേണ്ടുന്ന സാമ്പത്തിക സാഹചര്യം പ്രബുദ്ധ സമൂഹം ഒരുക്കി കൊടുക്കേണ്ടതുണ്ട്. പോങ്ങൻ ഇനി പറയുന്നത് ഒരുപക്ഷെ പലർക്കും ദഹിച്ചേക്കില്ല, തീർച്ചയായിട്ടുമെങ്കിലും പറയാം. അതൊക്കെ പറയാനാണല്ലോ പോങ്ങൻ ഇങ്ങോട്ട് വരുന്നത്, നാവും എടുത്തു വരുന്നത്. പാർട്ടി ഗ്രാമത്തിലെ പാർട്ടി പുരുഷന്മാരായിട്ടുള്ള വിപ്ലവകാരികളുടെ അധ്വാനത്തിന് മാന്യമായിട്ടുള്ള സ്വീകാര്യതയും പ്രതിഫലവും ലഭിക്കുന്ന സാഹചര്യം സൃഷ്ടിക്കപ്പെടണം. പരമ്പരാഗത വ്യവസായങ്ങളുടെ ഗണത്തിൽ ഈ സ്ഫോടന വ്യവസായത്തെയും പരിഗണിക്കണം. ഒരു പാരമ്പര്യ തൊഴിൽ എന്ന നിലയിലുള്ള മാന്യതയും സംരക്ഷണവും പാർട്ടി ഗ്രാമത്തിലെ ബോംബ് നിർമ്മാണ തൊഴിലിന് ഉറപ്പാക്കണം. പാർട്ടി ഗ്രാമങ്ങളിൽ ഉൽപ്പാദിപ്പിക്കുന്ന സ്ഫോടന ഉൽപ്പന്നങ്ങൾക്ക് സംസ്ഥാനത്ത് വിപണി കണ്ടെത്തുക തന്നെ വേണം. ഈ തോട്ടയൊക്കെ പൊട്ടിച്ചുകൊണ്ട് മത്സ്യബന്ധനം നടത്തുന്നവർക്ക് വേണ്ടതായിട്ടുള്ള തോട്ട പാർട്ടി ഗ്രാമങ്ങളിൽ നിന്നും എത്തിക്കാം, അല്ലെ? അതുപോലെ ജനസേവന വ്യവസായികളായിട്ടുള്ള നമ്മുടെ പല രാഷ്ട്രീയ നേതാക്കൾക്കും സ്വന്തമായി ധാരാളം ക്വാറികൾ ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട്. പാറ പൊട്ടിക്കാനും മലകൾ തകർക്കാനും ഒക്കെ വേണ്ടുന്ന സ്ഫോടന വസ്തുക്കൾ പാർട്ടി ഗ്രാമങ്ങളിൽ നിന്നും വാങ്ങിയാൽ അതൊരു നല്ല കാര്യമല്ലേ? പാർട്ടി ഗ്രാമങ്ങളിലെ സ്ഫോടക ഉൽപ്പന്നങ്ങളുടെ കയറ്റുമതി സാധ്യതയും തീർച്ചയായും പരിശോധിക്കേണ്ടതാണ്, അല്ലേ? നമ്മുടെ ഈ ലോകത്ത് സമാധാനം നടപ്പിൽ വരുത്താനായി അഹോരാത്രം കഷ്ടപ്പെടുന്ന ഒരുപാട് തീവ്ര സമാധാനവാദ സംഘടനകളുണ്ട്, ഇല്ലേ? ഉദാഹരണത്തിന് ഈ ഹമാസ്, അൽ ഖ്വയ്ദ, ബോക്കോ ഹറാം, താലിബാൻ, ഹിസ്ബുള്ള, ISIS, ജെയ്ഷി മുഹമ്മദ്, ലഷ്കർ ഇ തോയ്ബ, അങ്ങനെ എത്രയോ തീവ്രവാദ സമാധാന സംഘടനകൾ ഭൂമിയാകെ സമാധാനം വിതയ്ക്കാനായി പരിശ്രമിച്ചു വരുന്നുണ്ട്. ഒരു പച്ച പരമാർത്ഥം കൂടി തീർച്ചയായിട്ടും നിങ്ങൾ അറിയണം. ഈ ഭൂമിയുടെ യഥാർത്ഥ അവകാശികൾ തീവ്ര സമാധാനവാദികളായിട്ടുള്ള ഹമാസിയന്മാരും താലിബാനികളും സുഡാപ്പികളും ബോക്കോ ഹറാമികളും ഒക്കെയാണ്. അതായത് അവരുടെ ദൈവം അവർക്ക് പാർക്കാനായി സൃഷ്ടിച്ചതാണ് ഈ ഭൗമഗോളം. എന്നാൽ നമ്മുടെ തീവ്ര സമാധാനവാദികൾ പിറന്നു വരും മുന്നേ കൊടും വർഗീയവാദികളായിട്ടുള്ള ഹൈന്ദവരും ജൂതരും ക്രൈസ്തവരുമൊക്കെ അവരുടെ ഫാസിസ്റ്റുകളായിട്ടുള്ള ദൈവങ്ങൾക്കൊപ്പം ഭൂമിയിൽ കാഫിറുകളായി പൊറുതി ആരംഭിച്ചു. ആദ്യം സംഖ്യകളാണ് ഉണ്ടാവുന്നത്, അതും ഏതാണ്ട് ഒരു 5000 കണക്കിന് കൊല്ലങ്ങൾക്ക് മുൻപായിട്ട്. അവർക്കാണെങ്കിൽ വലിയ ദൈവസമ്പത്തുമുണ്ട്.
ആണായും പെണ്ണായും ഭിന്നലിംഗം എന്ന് പറയാൻ പാടില്ലല്ലോ, ട്രാൻസ്ജെൻഡറായും, അതുപോലെ തന്നെ പാമ്പായും എലിയായും മയിലായും മലയായും മരമായും മഴയായും മിന്നലായും കാറ്റായും കടലായും ഒക്കെ എമ്പടി ദൈവങ്ങൾ, ആൾ ദൈവങ്ങൾ വേറെയുമുണ്ട്. ക്രൈസ്തവരായും ജൂതരായും ജൈനരായും ബുദ്ധരായും ഒക്കെ പിന്നെയും വർഗീയവാദികളായിട്ടുള്ള മനുഷ്യവിരുദ്ധർ പ്രപഞ്ച സമാധാനം തകർക്കാനായി വന്നു. ഞാനതിലേക്കൊന്നും കടക്കുന്നില്ല. ഇതര മതസ്ഥർ കൈയടക്കി വെച്ച് കാഫിറാലയമാക്കിയ ഈ ഭൂമി തീവ്ര സമാധാനവാദികളായിട്ടുള്ള ഹമാസിയന്മാരുടെയും താലിബാനികളുടെയും അതുപോലെ തന്നെ സുഡാപ്പികളുടെയും ബോക്കോ ഹറാമികളുടെയും ഒക്കെ ദൈവത്തിന്റെ പാരമ്പര്യ സ്വത്താണെന്ന കാര്യം നമ്മൾ മറന്നു പോകരുത്. തന്റെ വിശ്വാസികളായിട്ടുള്ള തീവ്ര സമാധാന മതസ്ഥർക്ക് സുഖവാസം നടത്താനായി അവരുടെ ദൈവം പടച്ച ജല മൺ മലഗോളം, അതാണ് ഈ ഭൂഗോളം. സ്വന്തം മതസ്ഥകളുടെ പേറ്റുശേഷി കൊണ്ട് മാത്രം പ്രപഞ്ചത്തെ സമാധാനഗോളമാക്കാൻ തീർച്ചയായിട്ടും പ്രയാസമുണ്ടാകും. ലോകത്തെ കാഫിർ മുക്തമാക്കാൻ ഇറങ്ങിത്തിരിച്ചിരിക്കുന്ന ഉന്മൂലന തൊഴിലാളികളായിട്ടുള്ള മതപുരുഷന്മാരുടെ ആ സ്ഫോടന ശേഷിക്ക് ആക്കം കൂട്ടിയാലേ ഭൂമി അതിവേഗം സമാധാനഗോളം ആവുകയുള്ളൂ, അല്ലേ? ആ സാധ്യത മുതലാക്കാൻ പാർട്ടി ഗ്രാമങ്ങൾക്ക് തീർച്ചയായിട്ടും കഴിയണം. ഹമാസ്, താലിബാൻ, ISIS, ബോക്കോ ഹറാം, മുജാഹിദ്, ലഷ്കർ-ഇ-തോയ്ബ എന്നിങ്ങനെയുള്ള പ്രസ്ഥാനങ്ങളുടെ ഭാഗമായി ഉന്മൂലന തൊഴിലെടുക്കുന്ന സമാധാന പ്രവർത്തകരുടെ സ്ഫോടനശേഷിക്ക് കരുത്തു പകരുന്ന പ്രഹരവർദ്ധക സാമഗ്രികൾ പാർട്ടി ഗ്രാമത്തിൽ നിന്നും ലഭ്യമാക്കാൻ കഴിഞ്ഞാൽ അത് വളരെ നന്നായിരിക്കും. സിമിയൻ തീവ്രവാദികൾ വരെ ഭരിപ്പ് പണിയിൽ എത്തിയ നിലയ്ക്ക് തീവ്ര സമാധാന സംഘടനകളുമായി ഒരു വ്യാപാര സഹകരണ ഉടമ്പടി ഉണ്ടാക്കാൻ അത്ര പ്രയാസമുണ്ടാവില്ല എന്നാണ് പോങ്ങന്റെ ഒരു തോന്നൽ. ആ സാധ്യതകൾ നമ്മൾ തീർച്ചയായിട്ടും തേടണം. ഈ ഭൂമിയെ സമാധാനത്തിന്റെ കാൽ ചുവട്ടിലാക്കാൻ യത്നിക്കുന്നവർക്ക് ആവശ്യമായ സ്ഫോടക വസ്തുക്കൾ നിർമ്മിച്ചു നൽകാൻ സാധിച്ചാൽ ഓരോ പാർട്ടി ഗ്രാമവും അമേരിക്കയുടെ ഓരോ കഷണങ്ങൾ പോലെ വടക്കൻ കേരളത്തിൽ അങ്ങനെ അങ്ങ് തിളങ്ങി വിളങ്ങി കിടക്കും. ഉഗ്രജൂത വിരോധിയും കൊടും സമാധാനവാദിയും ഘോര മാനവിക സ്നേഹിയുമായിട്ടുള്ള ഒരു ഹമാസ് നേതാവ് ജൂതന്മാർ വികസിപ്പിച്ച സാങ്കേതിക സൗകര്യത്തിന്റെ സഹായം പറ്റിക്കൊണ്ട് നമ്മുടെ ഹരിത കേരളത്തിൽ സാന്നിധ്യം അറിയിച്ചതും നമ്മൾ കണ്ടതാണ് കുറച്ച് മാസങ്ങൾക്ക് മുൻപ്, അല്ലേ? നവകേരളത്തോട് ഹമാസിയന്മാർക്കുള്ള ആ സ്നേഹത്തെ വ്യാപാര സഹകരണമാക്കി മാറ്റിയാൽ പാർട്ടി ഗ്രാമത്തിലെ ഓമനമാർക്ക് തൂമ്പ കൊണ്ട് ബോംബ് കോരേണ്ടി വരികയില്ല എന്നുള്ളതാണ് വാസ്തവം. അല്ലെങ്കിൽ പോങ്ങൻ അങ്ങനെയാണ് അതിനെ കാണുന്നത്. ഈ നാടിന്റെ പടിഞ്ഞാറ് വശം മുഴുവനും അറബിക്കടലാണ്. അതുകൊണ്ട് തന്നെ അത്രത്തോളം അനുഗ്രഹീതവുമാണ് കേരളം. കാരണം കേരളത്തിന്റെ അയൽ രാജ്യവും സംഘികളുടെ പാകിസ്ഥാനുമായിട്ടുള്ള ഭാരതത്തിന്റെ അറിവോ ആശീർവാദമോ അനുവാദമോ കൂടാതെ പാർട്ടി ഗ്രാമങ്ങളിൽ ഉണ്ടാക്കുന്ന സ്ഫോടകോൽപ്പന്നങ്ങൾ നമ്മുടെ അഴീക്കോട് തുറമുഖത്ത് നിന്ന് നേരെ തീവ്ര സമാധാനവാദികളിലേക്ക് കപ്പൽ കയറ്റാം, അല്ലേ? പൊങ്ങൻ ഒന്നുകൂടി ഉറപ്പിച്ചു പറയുകയാണ്, ഇത്തരം വ്യാപാര സാധ്യതകൾ മുന്നിൽ കണ്ടുകൊണ്ട് പാർട്ടി പുരുഷന്മാരുടെ സ്ഫോടക വസ്തു നിർമ്മാണ സാമർഥ്യത്തെ വ്യാവസായികാടിസ്ഥാനത്തിൽ പ്രയോജനപ്പെടുത്തിയാൽ അമേരിക്കയുടെ ഓരോ കഷണങ്ങൾ പോലെ ഓരോ പാർട്ടി ഗ്രാമവും വടക്കൻ കേരളത്തിൽ അങ്ങനെ അങ്ങോട്ട് തിളങ്ങി വിളങ്ങി കിടക്കും. സംഘികളുടെ പാകിസ്ഥാനായിട്ടുള്ള ഭാരതത്തിന് അസൂയ പകർന്നുകൊണ്ടും ലോകത്തിലെ വികസിത രാഷ്ട്രങ്ങളിൽ വിസ്മയം നിറച്ചുകൊണ്ടും മലയാളക്കരയിൽ അതീവ സമ്പൽ സമൃദ്ധമായി നമ്മുടെ പാർട്ടി ഗ്രാമങ്ങൾ വിളങ്ങി നിൽക്കും. പാർട്ടി ഗ്രാമങ്ങളിലെ സ്ത്രീകളുടെ ജീവിതം അതീവ സുരക്ഷിതമാവും. ശരിയല്ലേ? 3. പാർട്ടി ഗ്രാമത്തിലെ കമ്മി പട്ടാളത്തിനോട് അനുകൂല ഭാവം സ്വീകരിക്കാൻ പോങ്ങനെ പ്രേരിപ്പിക്കുന്ന മൂന്നാമത്തെ ഘടകം പോങ്ങനിലെ ദേശസ്നേഹമാണ്. അതായത് അവരവരുടേതെന്ന് കണ്ടുകൊണ്ടുള്ള ഏത് തരം സ്നേഹവും സ്വാർത്ഥതയിൽ നിന്നും ആരംഭിക്കുന്നതാണ്. ഞാൻ എന്നതിൽ നിന്നും ഉയരുന്ന സ്വാർത്ഥ വിചാരമാണ് എന്റേത് എന്നത്. എന്റെ രാജ്യം, എന്റെ മതം, എന്റെ രാഷ്ട്രീയം എന്ന് തുടങ്ങുന്ന എല്ലാ എന്റേതുകളും ഞാൻ എന്ന സ്വാർത്ഥതയുടെ വികസിത രൂപം മാത്രമാണ്. ഈ രാജ്യത്തെ എന്റെ രാജ്യമായി കരുതുന്ന എനിക്ക് പാർട്ടി ഗ്രാമങ്ങൾ നടത്തിക്കൊണ്ടു പോകുന്നവരെ വിമർശിക്കാൻ ധാർമ്മികമായി അവകാശമില്ലെന്ന തിരിച്ചറിവ് ഈ പോങ്ങനിൽ ഉണ്ടായിക്കഴിഞ്ഞിരിക്കുന്നു. ഈ രാജ്യം പോയിട്ട് എന്റേതെന്ന് ഞാൻ കരുതിക്കൊണ്ടു നടക്കുന്ന ഈ ശരീരം പോലും എന്റെ സ്വത്തല്ല. എന്റെ മാതാപിതാക്കളിലൂടെ പ്രകൃതി എനിക്ക് സമ്മാനിച്ച ഒരു ദാനം മാത്രമാണ് ഈ ശരീരം പോലും. അങ്ങനെ ഒരു തിരിച്ചറിവ് ഈ പോങ്ങൻ ഉണ്ടായിക്കഴിഞ്ഞിരിക്കുന്നു. സ്വന്തമായി ഒന്നുമില്ലാത്ത ഈ ജീവനും ശരീരവും പോലും ദാനമായി കിട്ടിയ എനിക്ക് ഒന്നിനെയും വിമർശിക്കാൻ അവകാശമില്ല, ആരെയും വിലയിരുത്താൻ അധികാരവുമില്ല. ജീവനുള്ള കാലം ഈ ലോകത്തെ അനുഭവിക്കാനും അനുഭവിക്കുന്ന ജീവിതത്തിൽ നിന്നും ലഭിക്കുന്ന അറിവുകൾ സഹജീവികളോട് പങ്കിട്ടുകൊണ്ട് ജീവിതയാത്ര നടത്താനും അതിനു മാത്രമുള്ള ചുമതലയെ സത്യത്തിൽ ഈ പോങ്ങനുള്ളൂ. അതുകൊണ്ട് പോങ്ങൻ ഇനി ആരെയും വിമർശിക്കുന്നില്ല. പകരം കറുത്ത ഹാസ്യത്തിന്റെ മൂർച്ച പോങ്ങൻ അങ്ങോട്ട് അല്പം അധികമായി കൂട്ടും.
തക്കത്തിന് കിട്ടുന്ന അനീതി, അധർമ്മം, അന്യായം എന്നിവയൊക്കെ പിടിച്ച് അഹിംസാ മാർഗത്തിൽ അങ്ങോട്ട് ഹിംസിച്ചു വിടും. പോങ്ങ ബാധിതമായിട്ടുള്ള മണ്ടയിൽ ചിരിച്ചോര ചീന്തിക്കൊണ്ട് പോങ്ങൻ ജീവിതം കഴിക്കും. അത്രമാത്രം. പ്രകൃതി അനുഗ്രഹിച്ചാൽ ഇനിയും വരാം. നമുക്കെല്ലാം നല്ലത് മാത്രം വരട്ടെ. തേങ്ങ പൊട്ടി കാലം ചെയ്ത രക്തസാക്ഷി വയോധികന്റെ ആത്മാവിന് പ്രഹരശേഷി തീരെയില്ലാത്ത പ്രണാമം. ലോകമെമ്പാടുമുള്ള ഉന്മൂലനാസക്തരായിട്ടുള്ള സകല തീവ്ര സമാധാനവാദികളായിട്ടുള്ള മതപുരുഷന്മാർക്കും എന്റെ ശുഭ നിഗ്രഹാശംസകൾ. പാർട്ടി ഗ്രാമങ്ങളിൽ ബോംബ് നിർമ്മാണ തൊഴിലാളികളായി ജീവിതം കഴിക്കുന്ന പാർട്ടി പുരുഷന്മാർക്ക് ഈ പോങ്ങന്റെ സ്ഫോടന സുന്ദരമായിട്ടുള്ള ഐക്യദാർഢ്യം. പാർട്ടി ഗ്രാമങ്ങളിലെ ഓമനമാരുടെയും സീനമാരുടെയും ജീവിതത്തിന് ആദരം. അതുപോലെ തന്നെ പോങ്ങന്റെ വീഡിയോകൾ കാണുന്ന ഹതഭാഗ്യരായിട്ടുള്ള പ്രേക്ഷക സമൂഹത്തോട് ആത്മാർത്ഥമായിട്ടുള്ള അനുകമ്പ നിറഞ്ഞ സ്നേഹം. ശുഭം.